അദ്ദേഹം എന്താ ചോദിച്ചേ? അദ്ദേഹം ഒരു ദിവസം തലേന്നാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വഴി നമുക്കൊരു കാണാനുള്ളൊരു അവസരം തരുന്നു. പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടിരുന്നു, അപ്പോൾ അത് നമ്മൾ ഒരുപാട് അഭിനന്ദിക്കുകയാണ് ചെയ്തത് ആദ്യം. അപ്പോൾ പിന്നെ കുറേ ഇവിടുത്തെ ഒരു കൾച്ചർ അറിയാലോ, കുറേ പ്രാർത്ഥനകളാണ് അവരുടെ വാക്കിൽ ആദ്യം വരും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. എത്ര സമയം എടുത്തു വരയ്ക്കാൻ എന്നുള്ളതും, അതുപോലെ പെയിൻറ്റിങ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു ഫാദറിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു അങ്ങനെ മകനിലേക്കും കൂടി കൊടുക്കുന്ന രണ്ടുപേരും തല ഉയർത്തി നിൽക്കുന്ന പോലെ അദ്ദേഹം ഒരു ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ അവരുടെ ഒരു കണ്ണിൻ്റെ ഒരു പൊസിഷൻ ഫ്യൂച്ചറിലേക്കാണ്. അപ്പോൾ അത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ആ ഒരു ഫീലിങ്സ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ 2020 അവരുടെ എക്സ്പോൻ്റെ ലോഗോ വരെ വന്നിട്ടുണ്ട് ആ സൈഡിൽ. അപ്പോൾ എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണോ അവരുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെയാണ് കൊടുത്തു. ഉണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അതേ പുള്ളി എല്ലാം അതിൻ്റെ ഫോട്ടോസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവരുടെ നാദിൽ ഷേപ്പിൽ അവരുടെ ക്ലബിലാണ് ആ പെയിൻറ്റിങ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് അവിടെ ഉണ്ട്. അവിടുത്തെ പല സ്റ്റാഫും നമുക്കതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നു. 4 മാസം ഞാനതിന് വരച്ചു. പിന്നെ അത് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ നിർത്തിയിട്ട് വലിയ ബോർഡിൽ ഏതാണ്ട് 6 മാസത്തോളം എൻ്റെ റൂമിൽ ഞാൻ എന്നും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങും ഇങ്ങനെ ഫ്രണ്ടിൽ കാണും. ആ ഒരു വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നമ്മളേറ്റവും അടുത്തൊന്നാണ് നമ്മളെ മനസ്സിനോട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അവർ അത്രയും സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ ആ വർക്ക് നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഫസ്റ്റ് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഏതൊരു മലയാളിയെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. നമുക്കാരും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. നമുക്ക് ദൂരം കാണാൻ പറ്റില്ല. നിങ്ങൾ അത്രയും അടുത്ത് സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് കയറിപ്പോവാം അതറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഞാൻ അങ്ങനെ ഓർക്കും, അത്രയും അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ ഒരു വർക്ക്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടന്ന സമയത്ത് അവിടുന്ന് ഫുള്ളായിട്ട് അവരുടെ ഇൻറ്റീരിയർ മാറ്റിയിരുന്നു. എന്നിട്ട് ആ വർക്ക് കഴിഞ്ഞ ശേഷം ഈ ഒരു പെയിൻറ്റിങ് മാത്രമാണ് തിരിച്ചവിടെ കൊണ്ടുവന്ന് വെച്ചത് അവർ. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് നമ്മളോട് ഇതൊക്കെ പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് തേടിയെത്തേക്കണേ? ഇപ്പോൾ എനിക്ക് ഇതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും ഇത് തന്നെ അംഗീകാരങ്ങളാണ്. പിന്നെ അവാർഡുകൾ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മളതൊരു ആഗ്രഹിച്ചിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചൊന്നായിരുന്നു. ഒരു രാജ്യം നമ്മുടെ ഒരു പ്രൊഫൈൽ നോക്കിയിട്ട്, നമ്മളൊരു ബിസിനസ്സുകാരനല്ല, ഒരു ബിസിനസ്സുകാരന് മില്യൺ കണക്കിന് രൂപയുടെ ദിറംസ് ആവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രൊഫൈൽ മാത്രമാണ്, നമ്മളെന്താണ് ചെയ്യുന്നത് അത് മാത്രമാണ് അതിന് അവർ കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളത് കൊടുത്ത് 3-ാമത്തെ ദിവസം തന്നെ അതിൻ്റെ അപ്രൂവൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു രാജ്യം തന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, കലാകാരന്മാരെ അംഗീകരിക്കുന്ന രാജ്യം തന്നെയാണ് UAE. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂക്ക ആ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇത് പല വേദിയിൽ അദ്ദേഹം ഇട്ടു. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു നടൻ പറഞ്ഞു, ലൊക്കേഷനിൽ പോയപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പം പോയി ജോർജ് മറ്റേ ഷർട്ട് എടുത്തുകൊണ്ട് പോവാ. അപ്പം പലതവണ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹത്തിൽ അടുത്തേക്ക് എപ്പോഴും എത്തിച്ചപ്പെട്ടത്? അത് ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നെയാണ് ഞാൻ നമ്മുടെ AK മുസ്തഫ ഖാനോട്, അദ്ദേഹം നമ്മളൊരു സുഹൃത്താണ്, മുസ്തഫ ഖാനോട് ഈ ഒരു ആഗ്രഹം പറയുന്നത്. അങ്ങനെ മമ്മൂക്കാനൊന്ന് കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. മുസ്തഫ ഖാൻ നീ എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം നമുക്ക്, കാരണം അവർ തമ്മിൽ നല്ല കണക്ഷനാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പോർട്രേറ്റ് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണുമ്പോൾ എന്നും നമുക്കൊരു മെമ്മറബിൾ ആവണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്യാനൊരു പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോർട്രേറ്റ് ചെയ്തു. ഏതാണ്ട് 1 മാസത്തോളം എടുത്തു. പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ അദ്ദേഹം കുറച്ചൊരു ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം ഏറ്റവും വെറൈറ്റി ആയിട്ട് ഒരു ട്രെൻഡ് സെറ്ററായിട്ടാണ്. ആദ്യം അദ്ദേഹമാണ് ഇടുക, പിന്നെ അതൊരു ട്രെൻഡായിട്ട് മാറും. അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ അദ്ദേഹത്തിന് വേണ്ടി കരുതാൻ, നേരിട്ട് കാണുമ്പോൾ കൊടുക്കാൻ എന്ന രീതിയിലാണ് അങ്ങനൊരു ആദ്യം അദ്ദേഹത്തിൻ്റെ അളവെല്ലാം എടുത്തു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത പലരേറ്റും കോണ്ടാക്ട് ചെയ്തു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ എടുത്തു. അങ്ങനെ ഷർട്ട് തയ്യാറാക്കി പിന്നെ പെയിൻറ്റ് ചെയ്യാനും ചെയ്തു. ടെർബോൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് മുസ്തഫാക്ക പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാം, ജസ്റ്റ് ഒരു സെൽഫി എടുക്കല്ല, എന്തെങ്കിലും കുറച്ചധികം ടൈം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കണ്ടു ഈ വീഡിയോ കാര്യങ്ങളല്ല, ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പെയിൻറ്റിങ്സിൻ്റെ പോർട്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹം കണ്ടു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കോൾ വന്നു, ഇങ്ങനെ ഹയാത്തിൽ ചെല്ലുന്നു, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ അത് വളരെ കൂളായിട്ട് നമുക്കറിയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ കാണുന്ന ഒരു മുഖമാണ്, കേൾക്കുന്നൊരു ശബ്ദമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്തില്ല. അദ്ദേഹം ആ ഒരു രീതിയിലാണ് നമ്മളായിട്ട് നിന്നത്. ഭയങ്കര കംഫർട്ടായിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ എന്തെല്ലാം എന്നുള്ള രീതിയിൽ വളരെ എത്രയോ ദിവസമായിട്ട് പരിചയമുള്ള ഒരാളോട് സംസാരിക്കണം പോലെ സംസാരിച്ചു. അങ്ങനെ സംസാരങ്ങളുണ്ടായോ, കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഭയങ്കര അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 10 മിനിറ്റാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ 10 മിനിറ്റിൽ A to Z കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എങ്ങനെയാണ് അസുഖത്തിൻ്റെ കാര്യങ്ങൾ, ആർട്ടിൻ്റെ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് മോൻ്റെ കാര്യങ്ങൾ, ദുബായിൽ എന്തൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം ചോദിച്ചു. ഒരു സാധാരണ നമ്മൾ ഏറ്റവും അടുത്തൊരു സ്നേഹമുള്ള ഒരാൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യം പെയിൻറ്റിങ് കൊടുത്തു, പിന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇട്ടിട്ട് ഫോട്ടോ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അന്ന് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് 1.5 മാസത്തോളം ആയി. പെട്ടെന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ PA ഉണ്ട് ഇവിടെ ദുബായിലുള്ള, അവരുണ്ട്, മമ്മൂക്ക നിങ്ങൾക്ക് ഈ ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ട്, ഫോട്ടോയും വീഡിയോസും അതും അയച്ചു തന്നു. അപ്പോൾ ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ അദ്ദേഹം ഒരുപാട് തവണ ഓർത്തു. അതെ. അപ്പോൾ അത് എത്രത്തോളം വാല്യൂ ചെയ്തു അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വലിയൊരു അംഗീകാരം, അത്രയും വലിയൊരു മഹാനായൊരു നടൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയൊരു അംഗീകാരമായിട്ടും നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതിനു വേണ്ടി, അതിന് അദ്ദേഹം വാല്യൂ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ. എന്ത് തരത്തിലുള്ള പെയിന്റിംഗ് ആണ്? അക്രിലിക് ആണ്. എത്ര ദിവസം എടുത്തു? ഷർട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തു. അത് എന്ത് ക്ലോത്ത് ആയിരുന്നു? അത് മെറ്റീരിയൽ ലിനനാണ്. അപ്പോൾ അത് എത്ര നാൾ നിലനിൽക്കും? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തായാലും വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് നമുക്കൊരു ആർട്ട് വർക്ക് എന്നുള്ള രീതിയിൽ, ഒരു ആർട്ട് പീസ് നമ്മളിപ്പോൾ ഒരു ക്യാൻവാസിൽ ചെയ്യുന്നതിന് പകരം ഷർട്ടിൽ ചെയ്യും. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടാണ് വരച്ചത്? എല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ചെയ്തത്. മകനെ കുറിച്ച് പറയൂ. മകൻ കെൻസൽ റൂബി, അവനിപ്പോൾ 6 വയസ്സാകാൻ പോകുന്നു. ഇപ്പോൾ UKG പഠിക്കുകയാണ്. നമുക്കെല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാ നേട്ടത്തിൻ്റെ ഇടയിൽ ഒരു വലിയൊരു നേട്ടം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മളെല്ലാ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫാദർ ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്, അത് ശരിക്ക് നമുക്ക് ഉണ്ടായി തുടങ്ങുന്നതൊക്കെ അത് വളരെ കൗതുകമുള്ളൊരു അനുഭവം. ഞാൻ എന്നെ തന്നെയാണ് ഇങ്ങനെ നിരീക്ഷിച്ചത്. നമ്മളൊരു ആദ്യം ഒരു മകനായിട്ടാണ് നമ്മൾ ഒരു ഫീൽ ഉണ്ടാകുന്നത്, പിന്നെ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു കുറേ ഒരു ഫീലിങ്സ്, പിന്നെ ഒരു ഫാദർ ഫീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്നിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ലൈഫിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ മാറുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം ലൈഫിൽ എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ എന്നിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായി അവൻ വന്നതിന് ശേഷം. എന്താ പറയുക, സന്തോഷങ്ങളുടെ ഒരു ഉറവിടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മകൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ. ഇനിയും വരകൾ, പുതിയ തരത്തിലുള്ള വരകൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് ഇവിടുന്ന് ഓർഡറുകളും കാര്യങ്ങളുണ്ട്, കുറച്ച് ക്ലയൻസിൻ്റെ വർക്ക് ഓർഡറുകളുണ്ട്. പിന്നെ അതിനുശേഷം എനിക്കിപ്പോൾ നമുക്കൊരു ദുബായിലൊരു അടുത്തൊരു വേൾഡ് ആർട്ട് ദുബായിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് മുമ്പിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വൈഫിൻ്റെ കവിതകൾക്ക് വേണ്ടിയുള്ള ഇലസ്ട്രേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ഫ്യൂച്ചറിൽ മൈൻഡിൽ വരുന്നത്. വൈഫ് എഴുതിയ കവിതകളെ നിങ്ങൾ വരയിലൂടെ ആളുകളിലേക്ക് അതല്ല, ഞങ്ങളൊരു എക്സിബിഷൻ ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഒരു പെയിൻറ്റിങ് ആയിട്ടും പിന്നെ കവിത എപ്പോഴും അത് എക്സിബിറ്റ് ചെയ്യാറില്ലല്ലോ, പെയിൻറ്റിങ് അല്ല. അപ്പോൾ രണ്ടും നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്യാമെന്നായിരുന്നു. അതായത് ഒരു സൈഡിൽ കവിതയും ആ കവിതയുടെ മൊത്തം അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പെയിന്റിങ്, മനോഹര സംഭവം, ഒരു കുറച്ചൊരു വെറൈറ്റി ആവുന്നുള്ള രീതി. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് ദുബായിലാണ് അതിൻ്റെ? അല്ല, അത് ആദ്യം കേരളത്തിൽ ചെയ്യാം. കേരളത്തിലാണ്. അപ്പോൾ ഇനിയും അത്തരത്തിൽ വലിയ വരകളുടെ ലോകത്തേക്ക്, വലിയ നിലകളിലേക്ക് എത്തിച്ചേരട്ടെ. ദുബായിലെ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൽ വന്നതിന് ഒരുപാട് നന്ദി.
താങ്ക് യു. താങ്ക് യു സോ മച്ച്.